നമസ്കാരം. അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ പുതുക്കാത്ത സൗദിയുടെ നിലപാട് ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. ഡീഡോളറൈസേഷൻ അഥവാ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഡോളർ മാത്രം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സൗദിയുടെ ഭാഗത്ത് നിന്നും സുപ്രധാന നീക്കം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും വളർന്നു വരുന്ന ഇന്ത്യയെ പോലെയുള്ള സമ്പദ് വ്യവസ്ഥകൾ ഉഭയകക്ഷി വ്യാപാരത്തിനായി പ്രാദേശിക കറൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഇതിന്റെ ഭാഗമായി തന്നെയായിരുന്നു. റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപാരം രൂപയിൽ നടത്തിക്കൊണ്ട് ഇന്ത്യ ശക്തമായ നീക്കം നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സൗദിയുടെ നടപടി ഗുണം ചെയ്യുമെങ്കിൽ പോലും ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ ചൈനയുടെ യുവാനായിരിക്കും സൗദിയുടെ ഈ നടപടിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി സൗദിയുടെ വലിയ ക്രൂഡ് ഇറക്കുമതിക്കാരൻ മാത്രമല്ല, അതിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും ചൈന തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ രൂപയ്ക്ക് അന്തർദേശീയ പ്രാധാന്യം നൽകുക എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. റഷ്യയുമായി ഇതിനോടകം തന്നെ ഇന്ത്യ രൂപയിൽ വ്യാപാരം നടത്തി കഴിഞ്ഞു. അടുത്തിടെ UAE-യുമായി പ്രാദേശിക കറൻസി വ്യാപാര കരാറിൽ ഏർപ്പെടുകയും രൂപയിൽ ആദ്യത്തെ വാങ്ങൽ നടത്തുകയും ചെയ്തിരുന്നു. പ്രാദേശിക കറൻസി സെറ്റിൽമെന്റിനായി സിംഗപ്പൂരുമായി നിലവിൽ ചർച്ച നടത്തുകയാണ്. പതിയെ ഇത് ASEAN രാഷ്ട്രങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും ചെയ്യും. വിദേശ നാണ്യ ശേഖരം വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ ഇന്ത്യയും ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സൗദിയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പകരമായി രൂപയിൽ ഇടപാട് നടത്താൻ സാധിക്കുമോ എന്നതായിരിക്കും ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെക്കുക. ഈ ഡീഡോളറൈസേഷൻ എന്നുള്ള ഒരു വലിയ മൂവ്മെന്റിന് തന്നെ ഒരുപക്ഷെ ഏറ്റവും അധികം ഊർജം പകർന്നിട്ടുണ്ടാവുക ഇന്ത്യയായിരിക്കും. ഇന്ത്യയുടെ ഈ നീക്കങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോ ഡോളർ കരാർ പുതുക്കാതെ സൗദിയും നിർണായകമായ ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.